പ്രണയനിലാവ്. രചന, അവതരണം മിത്രവിന്ദ. ശ്രീപ്രിയ പറയുന്നത് കേട്ട് സുരേഷ് അടങ്ങിയ എല്ലാവരും തരിച്ചു നിൽക്കുകയാണ്. ആദ്യേട്ടനെ ഞാൻ സ്നേഹിച്ചത് അവരുടെ നിലയും വിലയും ഒന്നും നോക്കിയിട്ടല്ല. എനിക്ക് ആദ്യേട്ടൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒരുപാട് ഇഷ്ടമായി. എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട പിന്നാലെ ഞാൻ ആദ്യേട്ടനോടൊപ്പം പ്രേമിച്ച് കോളേജിൽ കൂടി നടക്കാനൊന്നും പോയിട്ടില്ല. ഇന്നും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പോലും അധികം ആർക്കും അറിയില്ല. എന്നിരുന്നാലും ശരി, എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും. ഞാൻ പോവാണ്. മറ്റാരുമല്ല എന്നെ വിളിച്ചത്, ഈ നിൽക്കുന്ന അമ്മയാണ്. അവിടെ ഞാൻ ജീവിച്ചാലുണ്ടാകുന്ന എല്ലാ പരിമിതികളെ കുറിച്ചും അമ്മ എന്നോട് വ്യക്തമാക്കി തന്നതാണ്. ഒക്കെ അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ചേച്ചിയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ദരിദ്രയായിരിക്കും. എന്നാലും എൻ്റെ ആദ്യേട്ടനോടും ഏട്ടൻ്റെ വീട്ടുകാരോടുമൊപ്പം സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അന്തസ്സായിട്ട്, അഭിമാനത്തോടെ. അവൾ ഷീലയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സുരേഷിനോട് പറഞ്ഞപ്പോൾ സുമലതയും സുരേഷും അന്തിച്ച് നിൽക്കുകയാണ്. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് നീ പോവാണോ? സുരേഷ് ആണെങ്കിൽ കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കുവാനായുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് പോവില്ലായിരുന്നു. ഇന്ന് ഈ വീട്ടിലേക്ക് ആദ്യേട്ടൻ ഏട്ടൻ്റെ കുടുംബക്കാരുമായി വരുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിക്കില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും എനിക്ക് പഠിച്ച് സ്വന്തമായി ഒരു ജോലി കിട്ടിയ ശേഷം അന്നും ആദ്യേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ അച്ഛൻ ആദ്യേട്ടന് കൊടുക്കണം. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പറയാൻ. മറ്റൊന്നും ഞാൻ അച്ഛനോട് ആവശ്യപ്പെടുക പോലും ഇല്ലായിരുന്നു. എന്നാൽ അച്ഛൻ ഇവരെ ഇത്രമാത്രം അപമാനിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യേട്ടൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകുന്നത്. മോളെ, ക്ഷമ ചോദിക്കുന്നൊന്നുമില്ല. അങ്ങനെ പൊറുക്കാനാവാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പാവങ്ങളാണച്ഛ അന്നത്തേടം കൊണ്ട് ജീവിക്കുന്നവർ. എന്നാലും ഒരുപാട് നന്മയുള്ള ഒരമ്മയാണിത്. ഈ അമ്മയുടെ മകനല്ലേ, ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ആദ്യേട്ടൻ്റെ നന്മ എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ തിരിച്ചറിയും. പോട്ടെ. ശ്രീപ്രിയ ഓട്ടോയിലേക്ക് കയറുവാൻ തുടങ്ങി. പെട്ടെന്ന് സുമലത അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. നിന്നെ വളർത്തി വലുതാക്കി ഇത്രത്തോളം എത്തിച്ചതിൻ്റെ കൂലിയാണോടി നീ സ്വന്തം അച്ഛനെയും കൂടപ്പിറപ്പിനെയും ഒക്കെ നാണം കെടുത്തിയിട്ട് ഇന്നലെ കണ്ട ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെടുന്നത്? എൻ്റെ വൃന്ദമോളിതറിയുമ്പോൾ എത്രമാത്രം വിഷമിക്കും. ആ കുടുംബത്തിൽ അവളുടെ തല കുനിഞ്ഞു പോകില്ലേ? ഞങ്ങളെ ആരും ഓർക്കണ്ടടി. നിന്റെ കൂടപ്പിറപ്പിനെയെങ്കിലും കരുതി നീ തിരിച്ചു കയറി വാ. വലിയേട്ടാന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നല്ലോ നീ കണ്ണനെ. അവൻ്റെ ഉള്ളിൽ നിന്നോടുള്ള മനോഭാവം എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കടി. ശ്രീപ്രിയ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വീണ്ടും വന്നു. ഈയൊരു കാരണത്താൽ എൻ്റെ കൂടപ്പിറപ്പിൻ്റെ തല ഒരിക്കലും അവിടെ താഴില്ല. കാരണം ചേച്ചിക്കിപ്പോൾ അവിടെ രാജകുമാരിയുടെ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ചേച്ചിയെ പൊന്നുപോലെ അമ്മുക്കുട്ടിയമ്മ കൊണ്ടു നടന്നോളും. കാരണം സ്വന്തം മകന് അവൻ്റെ ഓഫീസിലെ തന്നെ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കുവാൻ തമ്മിൽ തീരുമാനിച്ചതാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവർ ഈ ബന്ധുവുമായി ഇവിടേക്ക് വന്നത്. അതൊക്കെ അറിഞ്ഞ ശേഷമല്ലേ അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ സമ്മതം മൂളിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കാര്യം ചെറുതാണമ്മേ. ഞാൻ സ്നേഹിച്ച ആളുടെ ഒപ്പമാണ് ഇറങ്ങിപ്പോകുന്നത്. അല്ലാതെ ഇന്നലെ കണ്ട ഒരു കോടീശ്വരനോടൊപ്പമല്ല. പിന്നെ കണ്ണേട്ടൻ എൻ്റെ മനസ്സിൽ എന്നും ഒരു വലിയേട്ടനോടുള്ള സ്ഥാനം തന്നെയാണ് ആ മനുഷ്യനോടുള്ളത്. കാര്യം പറഞ്ഞാൽ നല്ലോണം മനസ്സിലാകും. യാതൊരു കാരണവശാലും കണ്ണേട്ടൻ എന്നെ തള്ളിപ്പറയില്ല. നീ ഗതി പിടിക്കില്ലടി, ഒരു കാലത്തും ഗതി പിടിക്കില്ല. മുടിഞ്ഞു പോകും. നിന്നെ ഇപ്പം ചേർത്ത് പിടിച്ച ഇവരുടെ മകനും ഒക്കെ തള്ളിപ്പറയും. കണ്ടോ നീ, ഈ പെറ്റതള്ളയുടെ ശാപം എന്നും നിന്റെ നെറുകയിലുണ്ടാകും. ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് തിരുനെറ്റിയിൽ വെച്ചുകൊണ്ട് സുമലത മകളെ നോക്കി പറഞ്ഞു. എന്നിട്ട് അവളുടെ കരണം താഞ്ഞടിച്ചു. തലങ്ങും വിലങ്ങും അവരടിക്കാൻ തുടങ്ങിയതും ആദ്യ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് സുമലതയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. മാറുന്നുണ്ടോ നിങ്ങൾ? തൊട്ടു പോകരുത് ഇവളെ. നിങ്ങളുടെ ഒരു ശാപവും ഇവളുടെ മുടിനാരി പോലും ഏക്കില്ല. എടാ കൊച്ചേ, നിനക്കിവളെ ശരിക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. എന്തായാലും വൈകാതെ തിരിച്ചറിഞ്ഞോളും.
കൊണ്ടിയല്ല. എന്നിട്ടേ പൂവിട്ട് പൂജിച്ച് കൂടെ ഇരുത്തിക്കോ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സുരേഷും അവനെ നോക്കി പറയുകയാണ്. എൻ്റെ മകൻ്റെ ഭാര്യയാണിവൾ. ഇവൾക്ക് യാതൊരു കുറവും വരുത്താതെ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കും, ഉറപ്പാ. ഷീല വന്നിട്ട് ശ്രീപ്രിയയെ ഓട്ടോയിലേക്ക് കയറ്റി. പിന്നീട് ആദ്യം കയറി. അപ്പോഴേക്കും സുമലത പാഞ്ഞു വന്നിട്ട് അവളുടെ കഴുത്തിലും കാതിലും ഒക്കെ കിടന്ന ആഭരണങ്ങൾ ഊരിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പ്രിയ ഒന്നും പറയാതെ അതനുസരിക്കുകയും ചെയ്തു. ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവൾ ഷീലയുടെ അരികിൽ നിന്ന് ഇറങ്ങി നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അവളുടെ പുസ്തകങ്ങളും ബാഗുകളും ഒക്കെ എടുത്തു. എന്തൊക്കെയോ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഒരു ബാഗിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് വീണ്ടും വന്നു. എന്നിട്ട് നിറമിഴികളോടെ അമ്മയെ ഒന്ന് നോക്കി. അനുഭവിക്കൂടി നീയ. മാതാപിതാക്കളുടെ കണ്ണുനീര് എന്നും നിന്റെ മേലുണ്ടായിരിക്കും. വീണ്ടും അവളെ ശപിച്ചുകൊണ്ട് അവർ ഉറക്ക നിലവിളിച്ചകത്തേക്ക് പോയി. മോളെ, ഷീല അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. സാരമില്ല, അവരുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ, പോട്ടെ. അവളുടെ ചുമലിൽ തഴുകിക്കൊണ്ട് ഷീല പറയുമ്പോൾ ശ്രീപ്രിയയുടെ മിഴികൾ നിറഞ്ഞ് ഒരു മഴ പോലെ പെയ്യുകയായിരുന്നു. മാമ, നമുക്ക് പോയേക്കാം. ആദ്യം പറഞ്ഞതും സോമൻ വണ്ടിയെടുത്തു. കുറേ നേരമായിട്ട് അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ചു നോക്കുന്നതാണ് വൃന്ദ. പക്ഷെ അവർ കോൾ അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ അവക്കെന്തോ വല്ലാത്ത പേടി. ഒന്നാമത് പ്രിയമോക്ക് സുഖമില്ല, അത് കാലത്തെ അറിഞ്ഞ കാര്യമാണ്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചോ എന്നറിയുവാനാണ് വൃന്ദ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അച്ഛനും അമ്മയും പ്രിയയും ആരും ഫോൺ എടുത്തില്ല. എന്താ മോളെ, എന്തു പറ്റി? മോടെ മുഖമൊക്കെ വല്ലാണ്ട്. വൃന്ദയുടെ പരവേശം കണ്ടുകൊണ്ട് അമ്മുക്കുട്ടിയമ്മ ചോദിച്ചു. അവൾ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. മോള് പേടിക്കൊന്നും വേണ്ടെന്നേ, അവരൊക്കെ എന്തെങ്കിലും തിരക്കിലായിരിക്കും. പ്രിയമോളെ ക്ഷീണമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും. എത്ര ദിവസമായി എല്ലാവരും ശരിക്കൊന്നും ഉറങ്ങിയിട്ട്. പനിയും ജലദോഷവും ഒന്നുമില്ലെങ്കിലും നമുക്കൊക്കെ എന്തൊരു ക്ഷീണാ. അപ്പം പിന്നെ പ്രിയമോടെ കാര്യം പറയണോ? അമ്മുക്കുട്ടിയമ്മയും ശ്രീദേവിയുമൊക്കെ വൃന്ദയെ സമാധാനിപ്പിച്ചു. അപ്പോഴാണ് ശിവയുടെ കാർ ഗേറ്റ് കടന്നു വരുന്നത് അവർ കണ്ടത്. ആ, കണ്ണൻ വന്നൂലോ. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ മോൾക്ക് വീട് വരെ പോയി തിരക്കാന്നേ. എന്തായാലും കണ്ണനുണ്ടല്ലോ ഇവിടെ. എന്തുപറ്റി ഒരു ഗൂഢാലോചന? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ ശിവ അമ്മയെ നോക്കി ചോദിച്ചു. അവർ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. അമ്മുക്കുട്ടിയമ്മ പറഞ്ഞ പോലെ തന്നെയാണ് ശിവയും വൃന്ദയോട് മറുപടി കൊടുത്തത്. പിന്നീട് അവളും കരുതി അവരെന്തെങ്കിലും തിരക്കിലാവുമെന്ന്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം വന്ന് അവളെ കീഴ്പ്പെടുത്തുകയാണ്. അരുതാത്തതെന്തോ കേൾക്കുവാൻ പോകുന്നുവെന്ന് അവളുടെ അന്തരാത്മാവ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. കൃഷ്ണ, ഭഗവാനെ കാത്തുരക്ഷിക്കണേ, കൂടെ ഉണ്ടാവണേ കണ്ണ, നീയല്ലാതെ എനിക്കാരുമില്ല. മെല്ലെ അവൾ പിറുപിറുത്തത് അല്പം ഉച്ചത്തിലായി. കൂടെ ഉണ്ടാവും, അതിന് യാതൊരു മാറ്റവുമില്ലെന്നേ. പിന്നിൽ നിന്നും ശിവയുടെ ശബ്ദം കേട്ടതും അവൾ ഒന്ന് വിറച്ചു. ഈ സമയത്ത് ശ്രീപ്രിയ ഇറങ്ങിപ്പോയ വിവരം എങ്ങനെ വൃന്ദയെ അറിയിക്കുമെന്നോർത്ത് വിഷമിച്ചിരിക്കുകയാണ് സുരേഷും സുമലതയും ഒക്കെ. എന്നാലും അവൾ ഈ ചതി നമ്മളോട് ചെയ്തല്ലോ സുരേഷേട്ട. നാട്ടുകാരുടെ മുന്നിൽ ഇനി എങ്ങനെ തല ഉയർത്തും? സുമലത കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു. നയത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇവൻ്റെ എടുത്തുചാട്ടമാ എല്ലാത്തിനും കാരണമായത്. സുരേഷിൻ്റെ ചേട്ടൻ അയാളെ കുറ്റപ്പെടുത്തി. പിന്നീട് അവർ ഒന്നും രണ്ടും പറഞ്ഞ് ആകെ വഴക്കായി. വഴക്കുമൂത്ത് നല്ല ബഹളവും ഒച്ചപ്പാടും. അയൽവീട്ടിലെ ആളുകളൊക്കെ തല പുറത്തേക്കിട്ട് നോക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ശിവയുടെ കാർ അവരുടെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം വൃന്ദയാണ് ഓടി അച്ഛൻ്റെ അരികിലേക്ക് വന്നത്. എന്താ, എന്തു പറ്റി? എന്തിനാ അച്ഛനും വല്യച്ഛനും ചേർന്ന് ബഹളം ഉണ്ടാക്കുന്നേ? അവൾ സുരേഷിനെ പിടിച്ച് പിന്നിലേക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, വെറുതെ. ശിവയെ കണ്ടതും സുരേഷിന് അല്പം ജാള്യത പോലെ. മോനെ, കയറി വാ മോനെ, അകത്തോട്ടിരിക്കാം. അപ്പോഴേക്കും സുരേഷിൻ്റെ ചേട്ടൻ അയാളുടെ ഭാര്യയും വിളിച്ച് വെളിയിലേക്ക് ഇറങ്ങി വന്നു. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വാടി, നമ്മളൊക്കെ പാവങ്ങളാ. ഈ കോടീശ്വരൻ്റെ മുന്നിൽ പോലും നമുക്കൊന്നും നിൽക്കാൻ യോഗ്യതയില്ല. അറുത്തുമുറിച്ച് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന വെല്ലിച്ചനെ വൃന്ദ അന്തിച്ചു നോക്കി നിൽക്കുകയാണ്. വെറുതെ മനുഷ്യരെ മെനക്കെടുത്താനായിട്ട്. ഇവരുടെ മകൾ ഏതവനെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ്, അല്ലാണ്ട് നമ്മളെന്ത് പറയാനാ? അയൽവീട്ടിലെ രാജൻ ചേട്ടൻ
ശിവയ്ക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ വൃന്ദയുടെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങി. അമ്മേ, പൊന്നി എവിടെ? ചോദിക്കുന്നതിനൊപ്പം തന്നെ വൃന്ദ അകത്തെ മുറിയിലേക്ക് പാഞ്ഞു. പിന്നാലെ നിലവിളിച്ചുകൊണ്ട് സുമലതയും. അങ്കിൾ, എന്തുപറ്റി? പൊന്നി എവിടെ? ശിവയും സുരേഷിൻ്റെ നേർക്ക് ചോദ്യം ആവർത്തിച്ചു. അവൾ പോയി. ജനിപ്പിച്ച തന്തയും തള്ളയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവൾ പ്രേമിച്ചവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. പറയുകയും സുരേഷ് കരഞ്ഞു പോയിരുന്നു. അങ്കിൾ, ശിവയ്ക്ക് അയാൾ പറയുന്നതൊന്നും മനസ്സിലായില്ല. ഇന്ന് കാലത്തെ അവൾക്ക് കല്യാണം ആലോചിച്ച് കുറച്ച് ആളുകൾ വന്നു. അവളോടൊപ്പം കോളേജിൽ പഠിച്ച ഒരു ചെറുക്കൻ, അവളുടെ സീനിയറായിട്ട് പഠിച്ചവൻ, ടിപ്പർ ലോറി ഓടിക്കുക, പാറമടയിൽ നിന്ന് കല്ലടിക്കുന്ന ജോലി. കല്യാണം ആലോചിച്ച് വന്നപ്പോൾ ഞാൻ അവരോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടി. അത് പൊന്നിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ പ്രേമിച്ചവൻ്റെ ഒപ്പം പോവാണെന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടാളെയും വിട്ടിട്ട് പോയി മോനെ. സുരേഷ് കരഞ്ഞുകൊണ്ട് പറയുന്നത് വൃന്ദയും കേട്ടു. അച്ഛ എന്ന് അലറി കരഞ്ഞുകൊണ്ട് അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. അച്ഛ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? പൊന്നി, അവൾ ആരോടൊപ്പമാണ്? ഈശ്വര, എൻ്റെ പൊന്നി ഇങ്ങനെയൊക്കെ ആയോ? ഞാനിത് വിശ്വസിക്കില്ല. എൻ്റെ കുട്ടിക്കെന്തോ അബദ്ധം പറ്റിയതാ. പിന്നെയും വൃന്ദ ഉറക്കെ കരയുകയാണ്. അല്ല മോളെ, അവൾക്കൊരബദ്ധവും പറ്റിയതല്ല. അവളും ആ ചെറുക്കനും കൂടി എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണ്. വിട്ടികളായി പോയത് നമ്മളാ, നമ്മൾ മാത്രം. വേലയും കൂലിയും ഇല്ലാത്തവൻ്റെ പുറകെ പോകരുതെന്ന് ഞാനും നിൻ്റെ അമ്മയും അവളോട് കാല് പിടിച്ചു പറഞ്ഞു. കേട്ടില്ലടി? അവൾക്ക് വലുത് അവൾ പ്രേമിച്ചവനാണത്രേ. കണ്ണേട്ടാ, നമുക്ക് രണ്ടാൾക്കും കൂടി പൊന്നിയുടെ അടുത്തേക്ക് ഒന്ന് പോകാം. അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാം. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അച്ഛനറിയോ ആ ചെറുക്കൻ്റെ വീട് എവിടെയാണ്? വേണ്ട മോളെ, നീ ഒരിടത്തേക്കും പോകണ്ട. അവൾ വരില്ല. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാണ് പൊന്നി പോയത്. ഇട്ടിരുന്ന സ്വർണമൊക്കെ ഊരി അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് അവൾ ഇറങ്ങിയത്. പഠിത്തം പാതി വഴിയിൽ നിന്നു പോകണ്ടല്ലോ എന്ന് കരുതി അവളുടെ ബുക്കും പുസ്തകവും ഒക്കെ എടുത്ത് ഞാൻ കൊടുക്കുകയായിരുന്നു. വൃന്ദയോട് അയാൾ കളവ് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈശ്വര, ഇതെന്തൊക്കെയാണ് ഇവിടെ നടന്നത്? നമ്മളെല്ലാവരും എന്തുമാത്രം സ്നേഹിച്ചവളെ വളർത്തിയതാണ്. എന്നിട്ട് ആരെ ഓർക്കാതെ അവൾ പോയി കളഞ്ഞില്ലേ? എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. ഉമ്മറത്തെ തൂണിൽ പിടിച്ചുകൊണ്ട് വൃന്ദ കരയുകയാണ്. സുമലതയും അവളുടെ ഒപ്പം കരയുന്നുണ്ട്. അമ്മയ്ക്ക് എന്നെ ഒന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ. അമ്മ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടി വന്നേനെ. ഇതിപ്പോൾ എല്ലാം കൂടി നാശമായി. ആരൊക്കെ തടഞ്ഞാലും അവൾ അവൻ്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചതാ മോളെ. ഞാനും അച്ഛനും എത്രയോ തവണ പറഞ്ഞു. എന്നിട്ടൊന്നും അവൾ മനസ്സിലാക്കിയില്ല. ഞങ്ങൾ പറയുന്നതൊന്നും അവൾ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഈ ചെറുക്കൻ ഇതെവിടെയുള്ളതാണമ്മേ? അവൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ശിവ ചോദിച്ചു. അമ്മയും 2 സഹോദരിമാരും. അച്ഛൻ ചെത്തുകാരനായിരുന്നു. 2-3 കൊല്ലം മുന്നേ ക്യാൻസർ വന്ന് മരിച്ചുപോയി. മൂത്ത പെങ്ങളുടെ കല്യാണം കഴിച്ചു വിട്ടു. പെയിൻറ്റിങ് പണിയോ മറ്റോ ആണ് അവിടെ കെട്ടിയോന്. ഇളയവൾ ഡിഗ്രി കഴിഞ്ഞു. അവക്കും കല്യാണം ആലോചിക്കുന്നുണ്ട്. എല്ലാം ഇവൻ വേണം നടത്തിവിടാൻ. ഈ ചെറിയ പ്രായത്തിൽ ആ ചെക്കൻ്റെ തോളിൽ എത്രയോ പ്രാരാബ്ദങ്ങളുണ്ട് മോനെ. പൊന്നോട് അവളുടെ പഠനമൊക്കെ പൂർത്തീകരിച്ച ശേഷം ഒരു ജോലിയൊക്കെ നേടിയിട്ട് അവനെ കല്യാണം കഴിച്ചാൽ പോരെയെന്ന് ഞങ്ങൾ ചോദിച്ചു. അതാകുമ്പോൾ അവൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അവനും ഒരു ആശ്വാസമാകും. പക്ഷേ അതൊന്നും അവൾ കേട്ടില്ല. അവൾക്ക് അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നു. സുരേഷ് നല്ല വൃത്തിയായും വെടിപ്പായും ശിവയുടെ മുൻപിൽ അഭിനയിക്കുകയാണ്. ആര് കേട്ടാലും വിശ്വസിച്ചു പോകുന്ന വിധത്തിലാണ് അയാൾ ഓരോരോ നുണകൾ പറഞ്ഞു കൊടുത്തത്. കാരണം യാതൊരു കാരണവശാലും ശിവയുടെ മനസ്സിൽ തന്നെയും തൻ്റെ ഭാര്യയെയും കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് വരുത്തരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് അയാൾ നടത്തിയത്. സഹോദരനും ഭാര്യയും പോയത് കാരണം പിന്നീട് അവിടെ വേറെ ആരും ഇവർക്കെതിരായില്ലായിരുന്നു. ബാക്കിയുള്ളവരാരും തിരുത്താനും മെനക്കെട്ടില്ല. തങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് പോകാമെന്ന് ശിവയോട് വൃന്ദ ഒരുപാട് തവണ പറഞ്ഞു. പക്ഷേ സുരേഷ് അവളെ വിലക്കി. അതൊന്നും വേണ്ട മോളെ. അവൾ നമ്മളെ എല്ലാവരെയും വിട്ടിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോയതല്ലേ. പോയി ജീവിച്ചോട്ടെ. ഇനി ആരും ഒരു തടസ്സമായി അവരുടെ അരികിലേക്ക് ചെല്ലണ്ട. പ്രത്യേകം അത് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിന്റെ ചേച്ചിയെങ്കിലും ഓർത്ത് പോകരുതെന്ന് ഒരുപാട് തവണ അമ്മ പറഞ്ഞു. എല്ലാവരെയും പുച്ഛിച്ച് ഇന്നലെ കണ്ടവൻ്റെ കൂടെ പോയില്ലേ? കഴിഞ്ഞോട്ടെ, അവൻ്റെ കൂടെ കഴിഞ്ഞോട്ടെ.
കവളിലൂടെ ഒഴുകി വന്ന കള്ളക്കണ്ണീര് തുടച്ചു മാറ്റിക്കൊണ്ട് സുരേഷ് വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അമ്മേ, ബൃന്ദ സുമലതയുടെ തോളി പിടിച്ചു. എന്നാലും അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു മോളെ? നിങ്ങളെ രണ്ടാളെയും അച്ഛൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നിട്ട് ആ പാവം അച്ഛനെ ഇട്ടിട്ട് അവൾ പോയല്ലോ. ബൃന്ദ, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയും കുട്ടി അകത്തേക്ക് പോ. ശിവ പറഞ്ഞപ്പോൾ വൃന്ദ അതുപോലെ അനുസരിച്ചു. ഈ സമയം ഓടിട്ട ഒരു ചെറിയ വീടിൻ്റെ മുറ്റത്തായി ഓട്ടോറിക്ഷ വന്ന് നിന്നു. സമയം അപ്പോൾ 3 മണിയായിരിക്കുന്നു. ചേച്ചി, ഇങ്ങനെ നിലവിളക്കെടുത്ത് സ്വീകരിക്കണോ? അതോ നാളെ അമ്പലത്തിൽ വെച്ച് കെട്ട് നടത്തിയിട്ട് മതിയോ? ഷീല അവളുടെ ഒപ്പമുള്ള സ്ത്രീയോട് ചോദിക്കുന്നത് ശ്രീപ്രിയ കേട്ടു. രജിസ്റ്റർ മാരേജല്ലേ കഴിഞ്ഞുള്ളൂ. നാളെ അമ്പലത്തിലെ ചടങ്ങ് കഴിഞ്ഞിട്ട് കയറ്റാം അല്ലേ ശശിയേട്ടാ? ആ സ്ത്രീ പറയുകയാണ്. എന്തായാലും പെൺകുട്ടി ആദ്യമായിട്ട് വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറാൻ പോവാം. അമ്പലത്തിലെ ചടങ്ങ് കഴിയുന്നവരെ ഈ കുട്ടിയെ വെളിയിൽ നിർത്താൻ പറ്റുമോ? ഷീലെ, ഒന്നെങ്കിൽ കുട്ടിയെ ഇന്ന് ഞങ്ങളുടെ കൂടെ നിർത്ത്. എന്നിട്ട് നാളെ അമ്പലത്തിലെ ചടങ്ങിന് ശേഷം സ്വീകരിച്ച് കയറ്റാം. അതല്ലെങ്കിൽ നീ ചെന്നിട്ട് വിളക്ക് കൊളുത്തിക്കേ. സോമൻ പറഞ്ഞത് ബാക്കിയുള്ളവർ ശരിവെച്ചു. എന്തായാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് കുട്ടി ഇന്ന് സോമേട്ടൻ്റെ വീട്ടിൽ നിൽക്കട്ടെ. അതല്ലേ അതി നല്ലത്? ഷീല മകനെ നോക്കി. അതിലൊന്നും ഒരു കാര്യവുമില്ലമ്മേ. ഒരു നാളും നേരവും മുഹൂർത്തവും നോക്കാതെയല്ലേ ഇപ്പം രജിസ്റ്റർ മാരേജ് നടത്തിയത്. അതൊക്കെ മതി. ഇനി അമ്പലത്തിലേക്ക് എഴുന്നള്ളാനൊന്നും എനിക്ക് വയ്യ. ആദ്യം താല്പര്യമില്ലാത്ത മട്ടിപ്പറഞ്ഞപ്പോൾ ശ്രീക്ക് സങ്കടം വന്നു. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ. ഞങ്ങൾക്ക് ആകപ്പാടെയുള്ള ഒരു ആൺതരിയാണ് നീ. നിന്റെ കല്യാണം അന്തസ്സായിട്ട് തന്നെ നടത്തും. 4 ആളെ വിളിച്ച് ഇലയിട്ട് ചോറും കൊടുക്കും. സോമൻ പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് നടന്നു. ശ്രീപ്രിയ ഒന്നും നോക്കുപോലും ചെയ്യാതെ. അവളുടെ അവസ്ഥ ഷീലയ്ക്ക് മനസ്സിലായി. എൻ്റെ മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട. അവൻ്റെ വിഷമം കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. വല്യച്ഛൻ്റെ അമ്മാവിൻ്റെ ഒക്കെ മുന്നിൽ വെച്ച് മോളുടെ അച്ഛൻ അപമര്യാദയായി പെരുമാറിയില്ലേ, അതിൻ്റെ ഒരു ദുഃഖം. സാരമില്ല, അതൊക്കെ അങ്ങോട്ട് മാറും. ഷീല അവളെ സമാധാനിപ്പിച്ചു. തുടരും.